വ്യായാമം ജീവിതത്തിന്റെ ഭാഗമല്ലാതായി മാറുകയും സ്മാർട്ടായിട്ട് ജീവിക്കാനും നന്നായി പണമുണ്ടാക്കാനും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും നാം പഠിച്ചപ്പോ നാം മറന്നുപോയ വ്യായാമം അല്ലെങ്കിൽ കായികാധ്വാനത്തെ ഒരു എക്സസൈസിലൂടെ എല്ലാവരും ചേർന്ന് നിന്ന് നിത്യവും ചെയ്യുക, നമ്മുടെ ജീവിത പദ്ധതിയുടെ ഭാഗമാക്കുക, അത് ലോകത്തെ പഠിപ്പിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യമാണ്, നയമാണ് നമ്മൾ നടപ്പിലാക്കിയത്. അതിന്റെ പ്രയോജനം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏത് പ്രായക്കാർക്കും ചെയ്യാമെന്നും ഒരു സൈഡ് എഫക്ട് ഇല്ല എന്നും ലളിത വ്യായാമമാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ലോകം ഇത് ഏറ്റെടുത്ത് ഇങ്ങനെ മുന്നോട്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചേർന്ന് നിൽക്കാം. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവർക്കും തിരക്കുണ്ടാകും. ഒരു ചെറിയ കാര്യം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അകന്നു എന്നല്ല, എങ്ങനെയാണ് നമ്മൾ അടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ചെറിയൊരു കഥ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കടൽ തീരത്തുകൂടെ രണ്ട് ആത്മസുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം കൈകോർത്തുകൊണ്ട് നടന്നു പോകുന്നതിനിടെ എന്തോ കാര്യം പറഞ്ഞ് രണ്ടാളും തമ്മിൽ കലഹിച്ചു. അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കച്ചറായപ്പോ ഒരാൾ മറ്റേ ആളെ അടിച്ചു. അടിച്ച സമയത്ത് അടി കൊണ്ടയാൾ തിരിച്ചടിച്ചില്ല, പകരം അവൻ മണലിൽ എഴുതി, എന്റെ ആത്മസുഹൃത്ത് ഇന്ന് എന്നെ അടിച്ചു എന്ന്. കുറച്ചു കഴിഞ്ഞു തിര വന്നു, അത് മാഞ്ഞു പോയി. അവര് മുന്നിലും പിന്നിലുമായി യാതൊരു സംസാരവും ഇല്ലാതെ അങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് അടി കൊണ്ട സുഹൃത്ത് ഒരു വലിയ തിരയിൽ പെട്ടു ഒഴുകാൻ തുടങ്ങി. ഉടനെ തന്നെ അടിച്ച സുഹൃത്ത് ചാടി അവനെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു. ഒരു കരിങ്കല്ല് ഉപയോഗിച്ച് തൊട്ടടുത്ത് കണ്ട പാറയിൽ ആദ്യം അടികൊണ്ട സുഹൃത്ത് എഴുതി, ഇന്ന് എന്റെ സുഹൃത്ത് എന്റെ ജീവൻ രക്ഷിച്ചു എന്ന്. അപ്പോൾ അടിച്ച ചോദിച്ചു, അല്ല നീ എന്താ ചെയ്തത്? നിന്നെ അടിച്ച സമയത്ത് നീ അത് മണലിലാണല്ലോ എഴുതിയത്, പക്ഷേ നിന്നെ രക്ഷിച്ചപ്പോൾ നീ അത് കല്ലിൽ എഴുതിയത്. അവൻ പറയുന്നു, ഈ സന്ദേശം ലോകത്തിന് നാം പകരേണ്ടത് വെറുപ്പിൻ്റെതല്ല, സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്തോഷത്തിന്റെയുമാണ്. അത് ലോകം കാണട്ടെ. നീ എന്നെ അടിച്ചത് ഒരു കടലിന്റെ തിര വന്ന് മണലിൽ നിന്ന് മായ്ച്ചതുപോലെ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള വെറുപ്പുകൾ മായ്ക്കപ്പെടേണ്ടതാണ്. സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഒരുമിച്ച് നിന്നാൽ നമ്മൾ പറയുന്നു, ജാതി മത രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേരുന്നിടത്ത് നമുക്ക് എന്തിനാ രണ്ടടുപ്പ്? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ഒരു അടുപ്പ് പോലെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാൻ നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ചാണ്. നിങ്ങൾ ചെയ്തത് മെക്സ്7 യോഗ ക്ലബ് എന്ന പേരിൽ തുടങ്ങി നമ്മളത് മെക്സ്7 ഹെൽത്ത് ക്ലബ് ആയിട്ട് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7 എന്ന പേരിൽ അതിനെ ബ്രാൻഡൈസ് ചെയ്ത് ലോകത്തിന് സമർപ്പിച്ചപ്പോ നമുക്കറിയാം, യോഗ എന്ന പേര് ഇന്റലക്ച്വൽ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോ അത് മാത്രമല്ല, നമ്മൾ പൂർണ്ണമായും യോഗ അല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നു. പിന്നെയാണ് നമ്മൾ ചെയ്യുന്നതിനെ തന്നെ പാപ്പാന്റെ പേര് തന്നെ നമ്മൾ ഇട്ടത്. അപ്പൊ ഏതായാലും ആ ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് ലോകത്തിന് പ്രയോജനപ്പെടുത്തി. നിങ്ങൾ എന്ത് പേരിലാണെങ്കിലും ഇവിടെ വന്ന് 10,000-കണക്കിന് ആളുകളിലേക്ക് ആ സന്ദേശം എത്തിച്ചാൽ നിങ്ങളെ സേവനം ഒരിക്കലും വില കുറഞ്ഞതല്ല. വളരെ നല്ല സേവനമായിരുന്നു നിങ്ങൾ ചെയ്തത്. ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്നു. ഇനി നമ്മൾ ഒന്നാണ്, ഒരുമയാണ്. ഒരുമയിലെ നന്മയായി സ്നേഹത്തോടെ ചേർന്ന് നിന്ന് ഈ സന്ദേശം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള കരുത്ത് പകരുന്ന ഒരു പ്രഖ്യാപനമായി ഇത് മാറട്ടെ. എല്ലാവിധ ആശംസകളും വിജയങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവട്ടെ. വൃദ്ധസദനങ്ങളോ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളോ ഡയാലിസിസ് സെന്ററുകളോ നമ്മളെ സംരക്ഷിക്കാൻ ആവശ്യമില്ല. എനിക്ക് വേണ്ടി ഒരു ബക്കറ്റ് പിരിവ് വേണ്ട. മക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെ പോയിട്ട് എനിക്ക് വേണ്ടി ഒരു മാസത്തെ ആയുസിന് വേണ്ടി ഹോസ്പിറ്റലുകളിലോ ഡോക്ടറോടോ കെഞ്ചണ്ട. ഞാൻ എന്റെ കാലിൽ എന്റെ മരണം വരെ പരാശ്രയമില്ലാതെ കുടുംബത്തിന് ഭാരമില്ലാതെ ജീവിക്കുമെന്ന പ്രതിജ്ഞ നിങ്ങൾ എടുത്താൽ വികസിത രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ 100 വയസ്സായാലും പരാശ്രയമില്ലാതെ ജീവിക്കാൻ സാധിക്കും. കുടുംബത്തിന് ഭാരമാവാതെ, നാട്ടിന് ഭാരമാവാതെ, സ്നേഹത്തോടെ ഒരു സ്കൂളിലെ മുറ്റത്ത് ചേർന്ന് നിൽക്കുന്നത് പോലെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെയുള്ള സ്വപ്നത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് മെക്സ്7.